ഞാനിപ്പോ കൊട്ടിയൂർ പോയിട്ട് തിരിച്ച് തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ വന്നാണ് എറണാകുളത്തേക്ക് പോകാൻ വേണ്ടി. കഴിഞ്ഞ കൊല്ലത്തേനെ അപേക്ഷിച്ച് ഈ വർഷം കൊട്ടിയൂർ കുറച്ചുകൂടി തിരക്കധികമുണ്ട്. ഞാൻ ചെന്നപ്പോൾ കണ്ട കുറച്ച് കാഴ്ചകളെന്ന് പറഞ്ഞാൽ ഭയങ്കര മോശപ്പെട്ട കാഴ്ചകളാണ്. നമ്മുടെ ശബരിമലയുടെയും പമ്പയുടെ അവസ്ഥയൊക്കെ നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളതാണ്. ഈ അന്യ സംസ്ഥാനത്ത് നിന്നുള്ള ആൾക്കാർ കൂടുതലായിട്ട് വന്നിട്ട് അവിടെ വേസ്റ്റുകളും അവരുടെ ഡ്രസ്സുകളും ഒക്കെ കൊണ്ടുവന്ന് ഇട്ടിട്ട് പോകുന്നത്. ഏകദേശം അതേ അവസ്ഥയിലേക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ് കൊട്ടിയൂര്. ഈ റീൽസ് കണ്ടിട്ട് അല്ലെങ്കിൽ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് പുറത്തുനിന്നൊക്കെ ധാരാളം ആൾക്കാർ വരാറുണ്ട്, ഈ കർണാടക, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്ടിൽ നിന്നൊക്കെ. പക്ഷെ അവർ വരുമ്പോൾ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവരുടെ കയ്യിലുള്ള സാധനങ്ങളെല്ലാം അവിടെ ഇട്ടിട്ട് പോവാണ്. അത്രയും നല്ലൊരു സ്ഥലം ഈ കൊട്ടിയൂർ എന്ന് പറയുന്ന ഒരു പ്രകൃതി ക്ഷേത്രമാണെന്നാണ് എനിക്ക് ചെന്നപ്പോൾ മനസ്സിലാക്കാൻ പറ്റിയത്. ഞാൻ ആദ്യമായിട്ടാണ് അവിടെ പോകുന്നത്. പക്ഷെ ആ പ്രകൃതി ക്ഷേത്രം എന്നുള്ള നിലയിൽ കാണുന്നത് എനിക്ക് തോന്നുന്നു മലയാളികൾ മാത്രമാണ്. ഞാനിപ്പോ ചെന്നപ്പോൾ ഭയങ്കര മോശാവസ്ഥ എന്ന് വെച്ചാൽ ആ മോശാവസ്ഥയുടെ ഒരു തുടക്കമാണ്. ഇപ്പൊ സീസൺ തുടങ്ങിയേ ഉള്ളൂ, എന്നിട്ട് പോലും ഇത്രയും വേസ്റ്റുകളൊക്കെ അവിടെ ഉണ്ടെങ്കിൽ ഈ സീസൺ കഴിയുമ്പോൾ എന്തായിരിക്കും എന്നുള്ള നമുക്ക് ചിന്തിക്കാവുന്നേ ഉള്ളൂ. അത്രയും മോശാവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ശബരിമലയിലൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഇവർ വരുന്നതുകൊണ്ട് ആ നദി എത്രമാത്രം മോശമാണ് ആകുന്നതെന്ന്. അല്ലെങ്കിൽ ആ പമ്പാ നദി അത്രയും പവിത്രമായിട്ടുള്ള ഒരു നദി ഇപ്പം എന്ത് മോശമായിട്ടാണ് കിടക്കുന്നത്. അതിന്റെ ഇരട്ടിയാണ് ഈ ഒരു സ്ഥലം ആകാൻ വേണ്ടി പോകുന്നത്. ഇതിനെന്താണ് ഒരു പോംവഴി അല്ലെങ്കിൽ എന്താണ് ഒരു പരിഹാരം എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഇവരെ ഒരിക്കലും നമുക്ക് നമ്മുടെ നാട്ടിലേക്ക് നിരോധിക്കാൻ പറ്റില്ല. കാരണം നമ്മൾ മലയാളികളെക്കാൾ കൂടുതൽ വരുമാനം ഒരു ക്ഷേത്രത്തിന് കൊണ്ടൊന്ന് കൊടുക്കുന്നത് ഈ അന്യ സംസ്ഥാനത്തു നിന്നുള്ള ആൾക്കാരാണ്. പക്ഷെ ഈ കണക്കിന് മുമ്പോട്ട് പോകുവാണെങ്കിൽ ഇതൊരു ഭയങ്കര മോശപ്പെട്ട അവസ്ഥയിലായിരിക്കും ഈ അമ്പലത്തിന്റെ കാര്യങ്ങളൊക്കെ എത്തുന്നത്. ഇതിനൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം ഉടനെ തന്നെ വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം ഇത്രയും നല്ലൊരു, ഇത്രയും എന്താ പറയാ, നല്ലൊരു ഭംഗിയുള്ള ഒരു അമ്പലം, ആ ഒരു അമ്പലം ഇങ്ങനെ ഇത്രയും മോശപ്പെട്ട അവസ്ഥയിലേക്ക് ആക്കണമെങ്കിൽ അവരുടെ ഒരു മെന്റാലിറ്റി എന്തായിരിക്കും എനിക്കറിയില്ല. അത് ഇതിനൊക്കെ ആരെങ്കിലും ഒക്കെ കണ്ടിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം വന്നാൽ അത് തീർച്ചയായിട്ടും ഒരു നല്ല കാര്യമായിരിക്കും. എന്തെങ്കിലും മാറ്റം വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.